ഇനി അതുപോലെ തന്നെ കേരള ഭരണത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് സ്വാഭാവികമായും അറിയണമല്ലോ. കാരണം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം, സംസ്ഥാന സർക്കാർ നടത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെ കൂടി ജനങ്ങളെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരിക്കും. അതോടൊപ്പം തന്നെ ഭരണ മുന്നണി നേതാക്കൾ സർക്കാരിന്റെ വിലയിരുത്തലുമാകും. എം വി ഗോവിന്ദൻ മാസ്റ്ററും ബിനോയ് വിശ്വവും അത് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്തിനാണ് സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നാറുണ്ട്. അത് ആദ്യം തന്നെ ചിലപ്പോൾ സർക്കാരുകൾ തന്നെ ഇത് പറയുകയും ചെയ്യും. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. അതിന് ആധാരമായി നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയാത്തത്ര സാമ്പത്തിക പ്രതിസന്ധി വന്നത് തുടങ്ങി ഒട്ടനേകം കാര്യങ്ങൾ. അപ്പോൾ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ഈ PMARC 25,000 ജനങ്ങളെ കണ്ട് നടത്തിയിട്ടുള്ള ഈ സർവേയിൽ എന്താണ് അതിനെ കണ്ടത്? സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം എങ്ങനെ, പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു കേരളത്തിലെ ജനങ്ങൾ എന്ന് നമുക്കിതാ നോക്കാം. ഓക്കെ, സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ കുറിച്ച് നോക്കുമ്പോൾ വളരെ നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്ന 13% ആളുകളുണ്ട്. നല്ലത് എന്ന് പറയുന്നത് 29% പേർ, അതായത് 42%. വളരെ നല്ലത് എന്ന കാറ്റഗറിയിൽ 42%, ഭേദപ്പെട്ടത് എന്ന് 33% പേർ അഭിപ്രായപ്പെടുന്നു. പിണറായി സർക്കാർ മോശമാണ് എന്ന് പറയുന്നവരുണ്ട്, അത് 13% പേർ. അഭിപ്രായമില്ല എന്നതാ 12% പേരും. അങ്ങനെ നോക്കിയാൽ 74% പേർ ഭേദപ്പെട്ടതോ അതിനു മുകളിലോ ആണ്. അതൊരു നല്ല അപ്രൂവൽ റേറ്റിംഗ് ആണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പിണറായി സർക്കാരിന്. തീർച്ചയായിട്ടും വലിയ ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന ആ ഒരു നറേറ്റീവിന് അത്ര അനുഗുണമായിട്ടല്ല ഈ കണക്കുകൾ വരുന്നത്. വളരെ നല്ലത് എന്ന കാറ്റഗറിയിൽ 42% പേർ അഭിപ്രായം പറയുന്നു. അഭിലാഷ്, ഇതിനകത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ഒരുപക്ഷെ ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ നവകേരള സദസ്സ് നടത്തി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ സർക്കാരിനെതിരെയുള്ള വികാരം ഒരുപക്ഷെ കുറച്ചിരിക്കാം. ഏതായാലും പക്ഷേ ഇത് വോട്ടിലേക്ക് ലോക്സഭാ മണ്ഡലങ്ങൾ എത്ര സീറ്റ് ജയിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ പ്രകടനവും കേരള സർക്കാരിന്റെ പ്രകടനവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം മികച്ചതോ വളരെ മികച്ചതോ ആണ് എന്ന അഭിപ്രായമുള്ള 30% പേരാണുള്ളതെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം അതേ മട്ടിൽ മികച്ചതോ വളരെ മികച്ചതോ എന്ന് അഭിപ്രായപ്പെടുന്ന 42% പേർ.